ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാനുഫാക്ചറിംഗ് എൻട്രി ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് 3 തരത്തിലുള്ള കൺസേണുകൾ ഉണ്ട്. ഒന്ന് ട്രേഡിംഗ് കൺസേൺ ആണ്. ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഫിനിഷ് ഗുഡ്സ് വാങ്ങിക്കുന്നു, ഫിനിഷ് ഗുഡ്സ് തന്നെയാണ് വിൽക്കുന്നത്. ഇപ്പൊ ഒരു മൊബൈലിന്റെ ഷോപ്പ്, കമ്പ്യൂട്ടറിന്റെ ഷോപ്പ്, അവിടെ നമ്മൾ മൊബൈൽ വാങ്ങിക്കുന്നു, വിൽക്കുന്നു, നമ്മൾ എന്താണ് മൊബൈൽ തന്നെയാണ്. അപ്പൊ നമ്മൾ വാങ്ങിച്ച വിലയെക്കാട്ടിലും സെല്ലിംഗ് പ്രൈസ് ഇട്ടിട്ട് നമ്മൾ ആ ഐറ്റം വിൽക്കുന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി അവിടെ നമുക്ക് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അവിടെ നമ്മളുടെ പ്രോസസ്സ് വരിക, നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്നത് ഫിനിഷ് ഗുഡ്സ് ആണ്. അപ്പൊ അവിടെ റോ മെറ്റീരിയൽ ടു ഫിനിഷ് ഗുഡ്സ് ആണ് ചെയിൻ വരിക. അപ്പൊ അവിടെ നമുക്ക് പ്രോഫിറ്റ് ഫിക്സ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് പോരാ, പ്ലസ് എന്തുകൂടി വേണം, അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് പ്രൊഡക്ഷൻ നടത്തുകയെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾക്ക് വേജസ്, അതേപോലെ തന്നെ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിന് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കേണ്ടത്. മൂന്നാമത്തെ കൺസേൺ എന്താണ്, സർവീസ് ആണ്. അവിടെ നമുക്ക് സർവീസിനാണ് ഇമ്പോർട്ടൻസ്. അതായത് സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, ഇതൊക്കെയാണ് എന്ത് സർവീസിനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാനുഫാക്ചറിങ് കൺസേണിനെ കുറിച്ചിട്ടാണ്. അതായത് മാനുഫാക്ചറിങ് എൻട്രി എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓപ്ഷനെ ടാലിയിലെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുക, ബോം എന്ന് പറയും, BOM. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കും എന്താണ് ബോം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഒരു ഫാന് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റെപ്പുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ഐറ്റം നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ പ്രോഡക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റെപ്പുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം എന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ബാച്ച് വരുന്നത് October 28 അതായത് മൺഡേ ആണ് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ID കൊടുക്കാം. അപ്പൊ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാനുഫാക്ചറിങ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്പുകളാണ് ആവശ്യമുണ്ടെന്ന്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 2 സ്റ്റോക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യലാണ്. അതായത് റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഫിനിഷ് ഗുഡ്സും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ക്രിയേറ്റ് സ്റ്റോക്ക് ഗ്രൂപ്പ്. നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക? ക്രിയേറ്റ് എടുത്തു, ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കാം. ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽ അണ്ടർ പ്രൈമറി കൊടുത്തു. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ്. ഇവിടെ എസ് കൊടുത്താലാണ് നമുക്ക് ഗ്രൂപ്പ് വൈസ് ടോട്ടൽ കിട്ടുക. അപ്പൊ ഇവിടെ എസ് കൊടുത്തു. അതേപോലെ നമുക്ക് ഇവിടെ GST നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ ഐറ്റത്തിനായിട്ട് നമുക്ക് കൊടുക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ HSN കോഡ് കൊടുക്കാം. സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ഞാനൊരു ഡെമ്മി ആയിട്ടുള്ള HSN കോഡ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ GST റേറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസിൽ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇപ്പൊ ഞാനിവിടെ ഇപ്പോൾ 12% ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുത്തോളൂ. അപ്പൊ ഇത് ഞാൻ ഈ റേറ്റ് കൊടുക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 12% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അടുത്തത് നമുക്ക് ഫിനിഷ് ഗുഡ്സ് കൊടുക്കാം. അണ്ടർ പ്രൈമറി കൊടുത്തു. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. ഇവിടെ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. HSN കോഡ് കൊടുത്തു. അതേപോലെ സ്പെസിഫൈ ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇപ്പം ഞാൻ ഫിനിഷ് ഗുഡ്സിനാണെങ്കിൽ 18% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, 2 ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഫാനാണ് ഉണ്ടാക്കുന്നത്. ഫാനാണ് നമ്മുടെ ഫിനിഷ് ഗുഡ്സ്. അപ്പൊ ഫാൻ ഉണ്ടാക്കാൻ എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിൽ നമുക്ക് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ബ്ലേഡ്,
അണ്ടർ എന്നുള്ളത് എന്താ കൊടുക്കേണ്ടത്? റോ മെറ്റീരിയൽ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, യൂണിറ്റ് ഇവിടെ കൊടുക്കാം, പീസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ഇനി GST കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗ്രൂപ്പിന് GST കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സേവ് ചെയ്തു. അടുത്തത് നമുക്ക് ഇവിടെ കൊടുക്കാം മോട്ടോർ. എന്താണ്? അണ്ടർ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, യൂണിറ്റ് പീസസ് കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്റർ. അണ്ടർ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, യൂണിറ്റ് പീസസ് കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൗണ്ടിങ്. അണ്ടർ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. അടുത്ത പാർട്ട് കൊടുക്കാം ഹാങ്ങിങ് ബ്രാക്കറ്റ്. അണ്ടർ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, യൂണിറ്റ് പീസസ് കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം ബെയറിംഗ്. അണ്ടർ റോ മെറ്റീരിയലിലേക്ക് കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഫിനിഷ് ഗുഡ്സ്. നമ്മൾ ഫാനാണ് ഉണ്ടാക്കുന്നത്. ഫാൻ അടിച്ചു. അണ്ടർ എന്താണ്? ഫിനിഷ് ഗുഡ്സിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് പീസസ് കൊടുത്തു. നമുക്ക് ഈ ഒരു ഫാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നീട് നമുക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് പ്രൊഡക്ഷൻ നടത്താം. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ബിൽ ഓഫ് മെറ്റീരിയൽ, ബോം എന്നാണ് പറയുക. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ട് സെറ്റ് കമ്പോണൻസ് ബോം എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് F12 പഠിക്കുക. അപ്പൊ എവിടെ വെച്ചിട്ടാണ് F12 പഠിക്കേണ്ടത്? ഐറ്റം ക്രിയേറ്റിനടുത്ത് വെച്ചിട്ടാണ് F12 പഠിക്കേണ്ടത്. ഐറ്റം ക്രിയേറ്റിനടുത്ത് വെച്ചിട്ട് F12 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും, സെറ്റ് കമ്പോണൻസ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, സെറ്റ് കമ്പോണന്റ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽ ഓൺ സ്റ്റോക്ക് ഐറ്റം. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ ഈ ഓപ്ഷൻ ആക്റ്റീവായിട്ട് കാണിക്കുക. ഇവിടെ യെസ് കൊടുത്തു. ഇവിടെ എസ് കൊടുത്താൽ ഈ ഒരു ലിസ്റ്റിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ചോദിക്കും നെയിം ഓഫ് ബോം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബോമിന്റെ പേരെന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം. ഇപ്പൊ മാനുഫാക്ചറിങ്. എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ബോം നെയിം വന്നിട്ടുണ്ട്, കമ്പോണന്റ് ഓഫ് ഫാന്, യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ. ഇവിടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കാനുള്ളതാണ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഫാൻ ഉണ്ടാക്കാൻ എന്തെല്ലാം റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്കിവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പൊ ബെയറിംഗ് കൊടുത്തു. അവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് ഐറ്റം. ഇത് ഫാനിന്റെ ഒരു പാർട്ട് അല്ലേ, അതുകൊണ്ട് കമ്പോണന്റിലേക്ക് കൊടുത്തു. ഒരെണ്ണം, ഒരു ഫാൻ ഉണ്ടാക്കാൻ ഒരു ബെയറിംഗ് ആണ് ആവശ്യമുള്ളത്. അടുത്തായിട്ട് നമുക്കിവിടെ കൊടുക്കാം ബ്ലേഡ് കൊടുത്തു. കമ്പോണന്റ്. ഇപ്പൊ ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് 3 എണ്ണമാണ്. അപ്പൊ 3 5 ഏതാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 3 എണ്ണം കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഐറ്റം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. കപ്പാസിറ്റർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, കമ്പോണന്റിലേക്ക് കൊടുത്തു, 1 കൊടുത്തു. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഹാങ്ങിങ് ബ്രാക്കറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു, 1 കൊടുത്തു. അതേപോലെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. മോട്ടോർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് മോട്ടോർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, കമ്പോണന്റിലേക്ക് നമ്മൾ 1 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി അടുത്ത പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. മൗണ്ടിങ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, കമ്പോണന്റിലേക്ക് കൊടുത്തു, 1 കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റോ മെറ്റീരിയലും കൂടി ഉണ്ട്. അപ്പൊ ഞാനത് ഉണ്ടാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ട് Alt C അടിച്ച് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് Alt C അടിച്ചു. ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാം കനോപ്പി. അണ്ടർ എന്നുള്ളടത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു, യൂണിറ്റ് പീസസ് കൊടുത്തു, കൺട്രോൾ A അടിച്ചു, കമ്പോണന്റിലേക്ക് കൊടുത്തു, 1 കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ ഒരു ഫിനിഷ് ഗുഡ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് സെറ്റ് ചെയ്തിട്ട് വെച്ചു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ റോ മെറ്റീരിയൽസ് ഇല്ലല്ലോ, സ്റ്റോക്ക് ഇല്ലല്ലോ, നമ്മൾ എന്താ ചെയ്യുക? പർച്ചേസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ്. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അപ്പൊ എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ബിൽ നമ്പർ കൊടുത്തു, എൻ്റർ അടിച്ചു, പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ KN ഓട്ടോ പാർട്സ്.
അണ്ടർ സൺഡേ ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. റെഗുലർ കൊടുത്തു. ഇവിടെ GSTയുടെ നമ്പർ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും എൻ്റർ അടിച്ചു. പർച്ചേസ് ഉള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. അപ്പോൾ ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് ബെയറിംഗ് എന്നുള്ള ഐറ്റം കൊടുത്തു. ബെയറിംഗ് എന്നുള്ള ഐറ്റം 60 കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു. 425 കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബ്ലേഡ് ആണ്. ഇപ്പം ബ്ലേഡ് ആണെങ്കിൽ ഒരു 100 എണ്ണം കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. കാനോപ്പി കൊടുത്തു. കാനോപ്പിയുടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 കൊടുത്തു. എൻ്റർ അടിച്ചു. അതിൻ്റെ റേറ്റ് കൊടുക്കാം. 620 കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം കൊടുക്കാം. കപ്പാസിറ്റർ ക്വാണ്ടിറ്റി കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ഐറ്റം കൊടുക്കാം. ഫാൻ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹാങ്ങിങ് ബ്രാക്കറ്റ് കൊടുത്തു. അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിവിടെ കൊടുക്കാം. 50 കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ഐറ്റം നമുക്കിവിടെ കൊടുക്കാം. മോട്ടോർ കൊടുത്തു. മോട്ടോർ ആണെങ്കിൽ ഒരു 60 കൊടുത്തു. അതിൻ്റെ റേറ്റ് നമുക്കിവിടെ ഒരു 630 കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ഐറ്റം നമുക്കിവിടെ കൊടുക്കാം. മൗണ്ടിങ് കൊടുത്തു. ക്വാണ്ടിറ്റി 50 കൊടുത്തു. റേറ്റ് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് CGSTയും SGSTയും. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. CGST എടുത്തു. റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ നമുക്ക് SGSTയും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ബില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഇവിടെ ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോക്കിൻ്റെ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ സ്റ്റോക്കും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊഡക്ഷനാണ് നടത്തേണ്ടത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു വൗച്ചർ ടൈപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മാനുഫാക്ചറിങ് ജേണൽ. ആ ഒരു വൗച്ചർ ടൈപ്പിലാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. വൗച്ചർ ടൈപ്പ് എടുത്തു. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം മാനുഫാക്ചറിങ് ജേണൽ. ഇതിന്റെ അണ്ടർ കൊടുക്കലേ നമ്മുടെ സ്റ്റോക്ക് ജേണലാണ് കൊടുക്കേണ്ടത്. കാരണം വേറെ ഏതൊരു വൗച്ചർ ടൈപ്പ് കൊടുത്താലും ഇത് മാനുഫാക്ചറിങ് ജേണലിന്റെ ഫംഗ്ഷൻ നിറവേറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ജേണലിലേക്ക് സെലക്ട് ചെയ്തെടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഇവിടെ നമ്മൾ ചെയ്യണം. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, യൂസ് ആസ് എ മാനുഫാക്ചറിങ് ജേണൽ. ഈ ഒരു ഓപ്ഷനും കൂടി നമ്മൾ യെസ് കൊടുക്കണം. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി ഈ മാനുഫാക്ചറിങ് ജേണൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. എസ്കേപ്പ് ചെയ്തിട്ടെടുത്തു. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. മാനുഫാക്ചറിങ് ജേണൽ കിട്ടാൻ വേണ്ടി ഇവിടെ നമുക്ക് F10 ക്ലിക്ക് ചെയ്താൽ മതി. F10 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ് ജേണലിലെ കീ പറയുന്നത് Alt F7 ആണ്. അപ്പോൾ കീ അറിയെങ്കിൽ നിങ്ങൾക്ക് അടിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തതാണ്. ഇവിടെ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഏത് ഡേറ്റിലേക്കാണ് കൊടുക്കാം, ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഫാനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഫാനിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റോ മെറ്റീരിയൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാണിക്കും. അതിന്റെ എണ്ണവും റേറ്റും അവിടെ കാണിക്കും. ഞാനിവിടെ 30 എന്നുള്ളത് അടിച്ചു. 30 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 30 ഫാൻ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയും റേറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടോട്ടൽ കോസ്റ്റും ഇവിടെ കാണിക്കും. 1,34,250 രൂപയാണ് 30 എണ്ണം ഉണ്ടാക്കാനുള്ള കോസ്റ്റ്. ഒരെണ്ണം ഉണ്ടാക്കാനുള്ള റേറ്റ് ഇവിടെ കാണിക്കും. 4,475 രൂപയാണ് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള കോസ്റ്റ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ചിട്ട് പോരാം. അപ്പോൾ ഇവിടെ ഒന്നും നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ് ചെയ്യുക. ഇതിങ്ങനെ എൻ്റർ അടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, ടൈപ്പ് ഓഫ് അഡീഷണൽ കോസ്റ്റ്. അതായത് ഈ എമൗണ്ട് പറയുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ളതാണ്. റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് മാത്രമാണ്. ഇതിന് മാത്രം നമ്മൾ ഈ ഐറ്റം വിൽക്കില്ല. കാരണം ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലേബർ ചാർജ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഐറ്റത്തിലേക്ക് മെർജ് ചെയ്ത് വരണം. അപ്പൊ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലേബർ ചാർജ്. ഇതിന് അണ്ടർ കൊടുക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ എമൗണ്ട് കൊടുക്കാം. ഇപ്പൊ ഒരു 5,000 അടിച്ചു.
5000 അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ റേറ്റിൽ വ്യത്യാസം വരും. അതായത് ഈ 5000 ഡിവൈഡഡ് ബൈ 30, അങ്ങനെ ഓരോണ്ടാക്കാനുള്ള റേറ്റിൽ ഇവിടെ വ്യത്യാസം വരും. ഇപ്പൊ 4641 രൂപ 67 പൈസയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇത് നമ്മുടെ ഫാൻ നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യും. ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് കാണാൻ പറ്റുക? നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റോക്ക് സമ്മറി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ നമുക്ക് ഫിനിഷ് കുറിച്ച് നമുക്കിവിടെ 30 വന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് നമുക്കിവിടെ 140 വന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽസ് അവശേഷിക്കുന്ന റോ മെറ്റീരിയൽസ് ഇവിടെ കാണും. നമുക്ക് ഫിനിഷ് കോഴ്സിന്റെ സ്റ്റോക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് എടുക്കാൻ നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അത് നമുക്ക് കോസ്റ്റ് എസ്റ്റിമേഷൻ കൊണ്ട് കാണിക്കും. ഫിനിഷ് ഗുഡ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ഒരു ഫാൻ ഉണ്ടാക്കാനുള്ള റേറ്റ് നമുക്കിവിടെ കാണിക്കും. അതിന്റെ കമ്പോണന്റ് റേറ്റും അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ റേറ്റും ഇവിടെ നമുക്ക് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു മാനുഫാക്ചറിങ് എൻട്രി ടാലിയിൽ ചെയ്യുക. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.